തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. രഘുനാഥ് നൽകും വിവരങ്ങൾ. രഘു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഒരു വശത്ത് ഇപ്പോൾ വളരെ ഗൗരവത്തോടെയുള്ള ഈ സംഭവത്തിന്മേൽ പോലീസിന്റെ കേസ് കൂടി വരികയാണ്. അപ്പോഴും പിന്നീട് മലക്കം മറിഞ്ഞുള്ള മുൻമന്ത്രിയുടെ പ്രതികരണം കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ട് എന്നുള്ള ജി സുധാകരന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ജി സുധാകരന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം പ്രാഥമികമായ റിപ്പോർട്ട് കളക്ടർക്ക് നൽകി. കളക്ടർ ഇത് ആലപ്പുഴ സൗത്ത് പോലീസിന് ഇന്നലെ വൈകുന്നേരം തന്നെ കൈമാറിയിരുന്നു. അതായത് ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അനുയോജ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടിയാണ് ആലപ്പുഴ സൗത്ത് പോലീസിന് ഈ നിർദ്ദേശം നൽകിയത്. തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് നിയമോപദേശം തേടി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പം സമയം മുമ്പ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC 465, 468, 471 എന്നീ വകുപ്പുകൾക്ക് പുറമെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 135, 135A, 136, 128 എന്നീ വകുപ്പുകളാണ് ജി സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ FIR ചുമത്തി അല്ലെങ്കിൽ FIR ഇട്ടതുകൊണ്ട് തന്നെ FIR-ൽ ഈ വകുപ്പുകൾ ഇട്ടതുകൊണ്ട് മാത്രം അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്നില്ല.